ഒരു ചിത്രകാരൻ തെരുവിൽ ഒരാളുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. പണത്തിന് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. തീർച്ചയായും അയാൾക്ക് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതാണോ അയാൾക്ക് കിട്ടുന്ന യഥാർത്ഥ പ്രതിഫലം? ഒരിക്കലുമല്ല. ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുടെ കണ്ണിലെ ആശ്ചര്യവും അവരുടെ വാക്കുകളിലെ അനുമോദനങ്ങളുമാണ് അയാളുടെ യഥാർത്ഥ പ്രതിഫലം. ഒരു ചിത്രം പൂർത്തിയാക്കി അതിന് പ്രതിഫലം വാങ്ങിയിട്ട് ആരെങ്കിലും ആ ചിത്രത്തിന് ഒരു ചെറിയ പിഴവ് പറ്റി എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും അയാളുടെ പോക്കറ്റിലെ പ്രതിഫലം കേവലം കൂലിയായി മാറുന്നു. എന്നാൽ കൂടുതൽ അഭിനന്ദനങ്ങളും മറ്റും ലഭിക്കുകയാണെങ്കിലോ കൂടുതൽ വർണ്ണാഭമായ ചിത്രങ്ങൾ പിറവികൊള്ളാനുള്ള പ്രചോദനമായി അത് മാറും. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ മറക്കുന്നവർ, ഭക്ഷണം കഴിക്കാൻ മറക്കുന്നവർ, തൻ്റെ ജീവിതം തന്നെ മറക്കുന്നവർ, ചിത്രകലയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചവർ, ഓരോ വരയും ആസ്വദിച്ച് വരച്ച് സായുജ്യമടയുന്നവർ, മറ്റുള്ളവർക്ക് അയാളെ ഭ്രാന്തനെന്ന് തോന്നാം, അലസനെന്ന് തോന്നാം, ലക്ഷ്യബോധമില്ലാത്തവനെന്ന് തോന്നാം. പക്ഷേ മനസ്സിൻ്റെ ഉള്ളറകളിൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവർ ആസ്വദിക്കുകയാണ്. ക്യാൻവാസിൽ അവർ തേക്കുന്ന ചായക്കൂട്ടുകളിൽ ആ മനസ്സുകളുടെ വർണ്ണാഭമായ വിശാല ലോകം നിങ്ങൾക്ക് ആസ്വദിക്കാനായി അവർ വരയ്ക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീക്ഷണത്തിൽ അയാളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കാം. എന്നാൽ ഒരു യഥാർത്ഥ കലാകാരൻ്റെ മാസ്റ്റർ പീസിലേക്കുള്ള യാത്രയാണത്. കൂനിക്കൂടിയിരുന്ന് വിശപ്പിൽ മുഴുകിയിരുന്ന് വരച്ചു തീർത്ത ചിത്രങ്ങൾക്ക് നിങ്ങൾ വിലപേശുന്നു, ലേലം വിളിക്കുന്നു. ഒടുവിൽ മണിമന്ദിരങ്ങളുടെ സ്വീകരണമുറിക്കുള്ളിൽ തിളങ്ങുന്ന ചുവരുകളെ ആ ചിത്രം അലങ്കരിക്കുമ്പോൾ പഴയ ചിത്രങ്ങളെപ്പോലും മറന്ന് പുതിയ ചായക്കൂട്ടുകളാൽ മനസ്സിലെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യുകയായിരിക്കും ആ കലാകാരൻ. ജീവിക്കാൻ മറന്നുപോയവർ. നിങ്ങൾ അവരെ വിളിക്കുന്നത് എന്താണ്? ജീവിക്കാൻ മറന്നുപോയവർ. കാരണം അവരുടെ നിറമുള്ള ജീവിത മുഹൂർത്തങ്ങളാണ് ആ ക്യാൻവാസുകളിലൂടെ നിങ്ങൾ കണ്ടാസ്വദിച്ചത്. വിലയിട്ട് വാങ്ങി ചില്ലിട്ട് ചുവരിൽ തൂക്കുന്ന ചിത്രങ്ങളിൽ ഒരു കയ്യൊപ്പായി അവരുടെ ജീവിതം ഉണ്ടായിരിക്കും. ഹോളണ്ടിൻ്റെ ഗ്രാമവീഥികളിൽ സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞ പാടങ്ങളിൽ തൻ്റെ ക്യാൻവാസും ചായക്കൂട്ടുമായി താളം തെറ്റിയ മനസ്സുമായി അലഞ്ഞ് ചിത്രങ്ങൾ വരയ്ക്കാനായി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ഒരു കലാകാരനുണ്ടായിരുന്നു. ജീവിതത്തിൽ നിറങ്ങൾക്കും ചിത്രകലയ്ക്കും മാത്രം ഇടം കൊടുത്ത ഒരു മനുഷ്യൻ. തൻ്റെ ചിത്രങ്ങളെ കുറ്റം പറഞ്ഞവർക്ക് മുന്നിൽ തൻ്റെ ഇടത് ചെവി അറത്തിട്ട് കൊടുത്തവൻ. ഒടുവിൽ തൻ്റെ 37-ാം വയസ്സിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ച ചിത്രകാരൻ. അതെ, വിൻസെൻ്റ് വാൻ ഗോഗ്. ജീവിതത്തിൽ ഒരിക്കലും ചിത്രങ്ങൾ വിലപേശി വിൽക്കാതിരുന്ന ആ ചിത്രകാരൻ്റെ ചിത്രങ്ങൾ പിൽക്കാലത്ത് കോടികളിൽ വിലമതിക്കുന്നതായി. ആ മഹത്തായ കലാകാരൻ്റെ പ്രതിഫലം എന്താണ്? ആ ജീവിതത്തിൻ്റെ പ്രതിഫലം എന്തായിരുന്നു? നാം എല്ലാവരും ഓർക്കുക, ഒരു കലാകാരനുള്ള യഥാർത്ഥ പ്രതിഫലം നമ്മുടെ നാവുകളിൽ നിന്നുള്ള അഭിനന്ദനങ്ങളാണ്. ഒരു ചിത്രകാരൻ്റെ മാസ്റ്റർ പീസിനെ പുറത്തു കൊണ്ടുവരാനുള്ള യഥാർത്ഥ പ്രതിഫലം. കഴിവുള്ളവർക്ക് മുന്നിൽ കണ്ണടയ്ക്കാതെ നമ്മൾക്ക് കൊടുക്കാം അവർക്കുള്ള പ്രതിഫലം. ചിത്രകലയെ പ്രണയിച്ചവർക്കുള്ള പ്രതിഫലം.